ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മത്തി വറ്റിച്ചതാണ്. അതിനായി നമുക്ക് വളരെ ഈസി ആയിട്ട് ഇപ്പം മീനൊക്കെ കിട്ടി ഉണ്ടാക്കാൻ അറിയാത്ത വീട്ടിലെ കുട്ടികൾക്കും ഇത് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനകത്തേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം. നമുക്ക് എരിവ് കൂടുതൽ വേണം, കൂടുതൽ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് പച്ചമണം മാറുന്ന ഇതിൽ വഴറ്റുക. അതിനകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് അധികം ചെറിയ ഉള്ളി, അത് നിങ്ങൾക്ക് കൂടുതൽ വേണേൽ കൂടുതൽ ചേർക്കാം കേട്ടോ. അതാണ് ഞാൻ അളവ് പറയാത്തത്. അപ്പോൾ അതിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതായത് നമ്മൾ ചേർത്തിരിക്കുന്നതിൻ്റെ സൈസൊക്കെ ഒന്ന് കുറഞ്ഞ് വരും, അതായത് ഉള്ളിയുടെ ഇപ്പോൾ സൈസ് കുറഞ്ഞ് വരുന്ന ഒരു ഭാഗം നന്നായിട്ട് വഴറ്റിയ ശേഷം അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. കല്ലുപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ കല്ലുപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റും. ഓക്കെ, അത് എണ്ണ ഇങ്ങനെ ജസ്റ്റ് തെളിഞ്ഞ് വരും. ഇതിൻ്റെ പറഞ്ഞില്ല, ഉള്ളിയും ഇതിൻ്റെ എല്ലാം സൈസ് കുറഞ്ഞ് വരുന്നൊരു ഭാഗം. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വാളംപുളി ചേർക്കാം. വാളംപുളി കുറച്ചില്ല, നമുക്ക് കൂടുതൽ പുളിയിൽ കൂടുതൽ ചേർക്കാം. അധികം വേണ്ട, കേട് വരാതിരിക്കണമെങ്കിൽ കുറച്ചധികം പുളി ചേർക്കാവുന്നതാണ്. അടുത്ത ദിവസമാണ് എടുക്കുന്നതെങ്കിൽ, ഇന്ന് തന്നെ എടുക്കുന്നതാണെങ്കിൽ നമുക്ക് കുറച്ച് പുളി ചേർത്താൽ മതി. അത് പിഴിഞ്ഞ് അതിൽ നീരൊഴിക്കുക. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് പിഴിഞ്ഞ് പുളി ഒഴിക്കുക. അതിനകത്തേക്ക് ഇതിലേക്ക് മീൻ ചേർക്കാം. ഞാൻ ജസ്റ്റ് ചെറിയ മത്തി നന്നായിട്ട് മഞ്ഞളും മുളകും ഉപ്പും പുരട്ടി വെച്ചിട്ടുണ്ട്. അതെൻ്റെ ഒരു ശീലമായിപ്പോയി. അപ്പം അല്ലാതെ മീൻ പുരട്ടാതെ ഞാൻ ഇടാറില്ല. മീൻ പുരട്ടിയതാണ്, മഞ്ഞളും മുളകൊക്കെ പുരട്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് അതിനകത്തേക്ക് ഇട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇതിന് വേവിക്കുമ്പോൾ നിങ്ങൾക്ക് ചാറ് വേണമെങ്കിൽ ആ ഒരു പാകത്തിലെടുക്കാം, അല്ലെങ്കിൽ ഇതിൽ മസാല പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അങ്ങനെ എടുക്കാം. അപ്പോൾ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഒരു 20 മിനിറ്റ്, 15 മിനിറ്റ് മതിയാവും. ചെറിയ മത്തിയാണ്, അപ്പോൾ അധികം വേവില്ല. വലിയതാണെങ്കിൽ അതിൻ്റെ ടൈം അനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പം അതിനകത്തേക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. പച്ച വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിച്ചെടുക്കാം. ഇത് തണുത്തതിന് ശേഷം കഴിക്കുന്നതാണ് ടേസ്റ്റ് വരിക. അപ്പം നല്ല തിക്ക് പാകത്തിലായിരിക്കും. ഇനി അടുത്ത ദിവസത്തേക്ക് വെക്കാനുള്ളതാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് പുളി അധികം ചേർത്തിട്ട് നമുക്ക് ഈവനിങ് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം ഉപയോഗിച്ചാലും മതി. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്. അപ്പം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.